ഗുഡ് ഈവനിങ്. ഇന്നൊരു വൈകുന്നേരത്തെ വ്ലോഗ് ചെയ്യാനായിട്ട് വന്നതാണ്. വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് പാലും വെള്ളവും ഒക്കെ കൂടെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തുണ്ടാക്കും എന്നിങ്ങനെ ഓർത്തിരുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ കുറച്ച് ഗോതമ്പ് പൊടി നനച്ചതിരിപ്പുണ്ടായിരുന്നു. പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതങ്ങെടുത്തു. അതുകൊണ്ടൊരു പുട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. പഴമൊക്കെ ചേർത്തിട്ടുള്ള പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് 4 ചെറുപഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചായ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ എന്നും ചായ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇളക്കാറുണ്ട്. തേയിലയൊക്കെ അടിയിലേക്ക് താഴുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പൊടിയൊക്കെ നനച്ച് ഇരിപ്പുണ്ടായതുകൊണ്ട് എളുപ്പമായിരുന്നു. അപ്പോൾ ഒരു കുക്കർ പുട്ടുണ്ടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നും ചെയ്യുന്ന പോലെ കുക്കറിൻ്റെ വാഷറൊക്കെ ഫ്രിഡ്ജിനകത്താണ് വെക്കാറുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുന്ന ചിരട്ടപ്പുട്ട് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. പുട്ട് മേക്കറൊന്ന് നനച്ചിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കും. ഒന്ന് ആവി വന്നതിന് ശേഷമാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുട്ടുപൊടിയൊക്കെ കോരി വെച്ച് കൊടുക്കാം. ആദ്യം തേങ്ങയാണ് അടിയിലിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പഴം നുറുക്കിയത് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പുട്ടുപൊടിയാണ് തേങ്ങയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. പകുതി പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ പഴം നുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കും. ഒരു ലേശം തേങ്ങ കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. ഞാനിങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. മറ്റേ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ഏറ്റവും മുകളിൽ കുറച്ച് തേങ്ങ കൂടി വെച്ച് കൊടുത്തിട്ട് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് ആ ഹോളിൽ തന്നെ വീണില്ലെങ്കിൽ ആവി വരികയില്ല. അത് കാരണം കഷ്ടപ്പെട്ടാണ് ആ ഹോളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് സിമ്മിലിട്ട് കുറച്ച് നേരം കൂടെ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പുട്ടെടുക്കുന്ന പാടെ അങ്ങ് പൊടിഞ്ഞു പോവും. ഞാനിനി എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് ഗ്രീൻ ടീ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തത് അതുപോലെ നമ്മൾ ചുട്ടെടുക്കാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചത് ഓഫ് ചെയ്തിട്ടാണ് ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഓർക്കാതെ തിളച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഇട്ട് കൊടുത്തു. ഇന്ന് വൈകിട്ട് ഗ്രീൻ ടീ ആക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസമൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. രാവിലെയും വൈകിട്ടും ഓരോ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. പതിവൊന്നുമില്ല, തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും. ഞാൻ അടുത്ത ട്രിപ്പും കൂടെ പുട്ടുപൊടി വാരി വെക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കോരി വെച്ചപ്പോൾ അടിയിൽ പഴം ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ അടിക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് കൂടി പഴം ഇട്ട് കൊടുക്കും. ഇങ്ങനെ പഴം ചേർത്ത് പുട്ട് പുഴുങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തതും ഞാനങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ ടീ അരിച്ചെടുക്കുകയാണ്. തിളച്ച് വന്നപ്പോഴേക്കും എൻ്റെ വെള്ളം വറ്റിപ്പോയി.
അപ്പം അടുത്ത പുട്ടും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടെല്ലാം അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.